Class 5th, Chapter 2, NCERT. फसलों के त्योहार। सारा दिन बोरसी के आगे बैठकर हाथ तापते हुए गुजर जाते हैं। कहा तो खिचड़ी के समय धूप में गर्माहट की शुरुआत होनी चाहिए, और यहाँ हम सूरज के इंतजार में आस लगाए बैठे हुए हैं। पूरा 10 दिन हो गया, सूरज लापता है। आज सुबह तो रजाई से निकलने की हिम्मत नहीं हो रही थी। सारा दिन बोरसी के आगे बैठकर हाथ താപ്തെ हुए गुजर जाता है. പകൽ മുഴുവനും അടുപ്പിന് മുന്നിലിരുന്ന് കൈ ചൂടാക്കി കടന്നുപോകും. കിച്ചടിയുടെ സമയത്ത് വെയിലിന് ചൂട് തുടങ്ങേണ്ടതാണ്. പക്ഷേ ഞങ്ങളിവിടെ സൂര്യനെയും പ്രതീക്ഷിച്ച് ആശയോടെ ഇരിക്കുകയാണ്. 10 ദിവസമായി സൂര്യനെ കാണാനില്ല, മൂടൽമഞ്ഞ് കാരണം. ഇന്ന് രാവിലെയാണെങ്കിലോ കമ്പിളിപ്പുതപ്പിന് വെളിയിൽ വരാനുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. बाहर देखने से तो समय का अंदाजा बिल्कुल नहीं हो रहा, लेकिन घर में हो रहा चहल पहल अब पता चल रहा है। रह रहकर कानों में कभी चांपाकल के चलने और पानी के गिरने की आवाज तो कभी किसी के हाथ लगाने की आवाज आ रही थी। जा भाग के देख के केरा का पत्ता आयल की ना। आज ई लोग के उठने का बोल, जल्दी तैयार होकस। പുറത്ത് നോക്കിയാൽ സമയം എത്രയായെന്ന് തികച്ചും ഊഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ വീട്ടിനുള്ളിലെ തട്ടും മുട്ടലും, ചിലപ്പോൾ ഹാൻഡ് പമ്പിൻ്റെ ശബ്ദവും വെള്ളം വീഴുന്ന ശബ്ദവും ചിലപ്പോൾ ആരെങ്കിലും വിളിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ആജ് ഈ ലോക്കെ ഉടേക്കെ നൈക്ക ബോൾ ജൽദി തയ്യാർ ഹോക്കസ്. പോയി നോക്ക്, വാഴയില കൊണ്ടുവന്നോ എന്ന്. ബീഹാറിലെ സംസാര രീതിയിലാണ് സംഭാഷണം. जा भाग के देख, केरे का पत्ता आइला की ना. आज ये लोग के उठे के नहीं खा. ഇനി എണീക്കുന്നതാണ് നല്ലത്. अब तो उठने में ही भलाई है. नहा धोकर हम सभी एक कमरे में इकट्ठा हुए। दादा और चाचा ने क्या सफेद चकाचक माड लगी धोती और कुर्ता पहना है। खिचड़ी में हम ऐसा ठंड हम पहले कभी न देखो नी। सारा देह कनकना देता, पापा ने कहा। शायद आज धोती में उन्हें ठंड कुछ ज्यादा ही लग रही है। नहा धोकर हम सभी एक कमरे में इकट्ठे हुए. കുളിച്ച് ഞങ്ങളെല്ലാവരും ഒരു മുറിയിൽ ഒത്തുകൂടി. അമ്മുമ്മയും വലിയച്ഛനും വെള്ള വസ്ത്രം ധരിച്ച് കഞ്ഞിവെള്ളത്തിൽ മുക്കിയ മാണ്ടിലകി കഞ്ഞിവെള്ളത്തിൽ മുക്കിയ വെള്ള വസ്ത്രം, പളപള മിന്നുന്ന വെള്ള വസ്ത്രം ധരിച്ച് ചക്കാച്ചക് ധോത്തിയും കുർത്തയും ധരിച്ചിട്ടുണ്ട്. കിച്ചടി മകരസംക്രാന്തി സമയം. കിച്ചടി ഒരു ഭക്ഷണ സാധനവുമാണ്. മകരസംക്രാന്തി ഉത്സവത്തെ അവരവിടെ കിച്ചടി എന്നാണ് പറയുന്നത്. खिचड़ी में ऐसन ठंड हम पहले कबो न देखा.
ഇത്രയും തണുപ്പ് ഈ ഇതിനു മുന്നേ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും തണുപ്പ്. ഇത് ജനുവരി 15 സമയമാണ്. മകരസംക്രാന്തി, നമ്മുടെ അവിടെയൊക്കെ മകരസംക്രാന്തി സമയം. പാപ്പാനെ കഹ, അവന്റെ അച്ഛൻ പറഞ്ഞു, ആ കുഞ്ഞൊരു പെൺകുട്ടിയാണ്, അത് അടുത്ത് മുന്നോട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളൂ. ഷായത് ആജ് തോതിമ ഉന്നെ ठंड कुछ ज्यादा लग रही होगी. ആ വയസ്സായവർക്ക് തണുപ്പ് കൂടുതലോ, അതുകൊണ്ട് ഷായത് ഒരു പക്ഷേ ഇന്ന് മുണ്ടുടുത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും തണുപ്പ് കൂടുതൽ തോന്നുന്നത്. सामने मचिया पर खादी की सफेद साड़ी पहने हुए दादी बैठी थी। आज दादी ने अपने बाल धोए हैं। एक सफेद सेमल की रुई जैसे हल्की फुल्की बाल, जो गौर से देखने पर भी एक काला बाल नजर नहीं आता। बिल्कुल धुली धुली सी लग रही है दादी। उनके उनके सामने केले के कुछ पत्ते कतार पर रखे हैं, जिस पर तिल, मीठा गुड़, चावल आदि के छोटे छोटे ढेर पड़े हुए हैं। सामने मच्छिया पर खादी की സഫേദ് സാടി പഹനെ ഹുയെ ദാദി बैठी थी. ദാദി അമ്മുമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ കട്ടിലാണ് മച്ചിയ എന്ന് പറയുന്നത്. കട്ടിലോ സ്റ്റൂള്, വടക്കേ ഇന്ത്യയിലേക്ക് ആൾക്കാർ കട്ടിൽ പുറത്തൊക്കെ ഇട്ട്, ചെറിയ വരിഞ്ഞതുപോലെയുള്ള കട്ടിൽ പുറത്തൊക്കെ ഇട്ടിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെ വെള്ള സാരി ഉടുത്ത് അമ്മുമ്മ ഇരിക്കുകയാണ്. ഇന്ന് തല കുളിച്ചിട്ടുണ്ട്. ആജ് ദാദീനെ അപ്നെ ബാൽ ധോയെ ഹേ, ജക് ഛക് സഫേദ് സേമൽ കി രൂയി ജൈസി ഹൽക്കെ ബുൽക്കെ ബാൽ. വയസ്സായ ആളല്ലേ, അവരുടെ മുടിയെല്ലാം നരച്ച് വെളുത്ത് വെളുവിളായിരിക്കുകയാണ്. गौर से देखने से एक കാലാ ബാൽ നസർ നെയ്യാത്ത എന്ന് പറഞ്ഞാൽ, സൂക്ഷിച്ചു നോക്കിയാൽ പോലും ഒരു കറുത്ത മുടി കാണാൻ കഴിയുന്നില്ല, പറ്റില്ല. ബിൽക്കുൽ ദുലി ദുലി സി ലഗ് രഹി थी ദാദി. ദുലി ദുലി സാധാരണ ഈ തൊലി കളഞ്ഞ ഇതൊക്കെയാണ്. ഇത് ദുലി ദുലി കുളിച്ച് ഭംഗിയായി വൃത്തിയായി ക്ലീനായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്നു എന്നാണ്. उनके सामने केले के कुछ पत्ते के कतार में रखे, പത്തേ കത്താർ में रखे, വാഴയില വരി വരിയായിട്ട് അവരുടെ മുന്നിൽ വച്ചിട്ടുണ്ട്. അതില് എള്ള്, ശർക്കര, അരി എന്നിവ ചെറിയ ചെറിയ കൂനകളായി വെച്ചിട്ടുണ്ട്. ഹമേ ബാരി ബാരി സെ ഉൻ സബി ചീസോं को छूने और प्रणाम करने का, അവയെല്ലാം തൊട്ട് നമസ്കരിക്കാനായിട്ട് നമ്മോടെല്ലാം പറഞ്ഞു. ജബ് സബ്നെ ഐസ കർ ലിയാ തോ, എല്ലാവരും അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാധനങ്ങളെല്ലാം കൂടെ एक जगह पे इकट्ठा करके दान दे दिया गया. അത് ദാനമായിട്ട് മറ്റുള്ളവർക്ക് ആർക്കൊക്കെ കൊടുത്തു. हमें बारी बारी से उन सभी चीजों को छूने और प्रणाम करने के लिए कहा गया। अब सामने ऐसा कर लिया जब सबने ऐसा कर लिया तो उन सभी चीजों को एक जगह इकट्ठा करके दान दे दिया गया। आज तो अपी दीदिया बहुत बुरी फंसी। उन्हें ना तो चूड़ा दही पसंद है और ना ही खिचड़ी, पर आज तो फरमाइश नाश्ता नहीं चलेगा। उन्हें दोनों के दोनों चीज खाने पड़ेंगे। आज खिचड़ी जो है, खिचड़ी खाने के बाद सभी ने गाया से आए तिल,
तिल, गुड़ और चीनी के तिलकुट को बड़ी चाव से खाया। आज तो അപ്പി ദിദിയ ഒരു ഫസി ആ കുട്ടിയുടെ ചേച്ചി ആ, ചേച്ചി ആ, ചൂടാദഹി ആ, ചൂടാദഹിയും കിച്ചടിയും ഇഷ്ടമില്ലാത്തതാണ്. ചൂടാദഹി എന്ന് പറഞ്ഞാൽ ആ, അവലും തൈരും കൂടെ ചേർത്തിട്ടുള്ളതാണ്. അവല് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക, ഒരു അവലൊക്കെ ഉണ്ടാക്കുന്നതാണ്. കിച്ചടി കിച്ചടി എന്ന് പറഞ്ഞാൽ കിച്ചടി നമ്മുടെ ഇവിടുത്തെ കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇവര് 5 സാധനങ്ങൾ ഇട്ടിട്ട് അരി, പരിപ്പ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണ്. അത് അസുഖമില്ലാതെ പനിയൊക്കെ വരുമ്പോഴും ഇതൊക്കെ ഈ കിച്ചടിയാണ് സാധാരണ കഴിക്കുന്നത്. ഈ ഉത്സവത്തിന് അതൊരു ഫെസ്റ്റിവൽ പോലെ അത് അവരുണ്ടാക്കി കഴിക്കാറുണ്ട്. അത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പൊ അപ്പി ദിദിയാക്കി ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൾ ഇന്ന് കുടുങ്ങും. ഇന്ന് അവർക്ക് ഫർമായിഷി നാശ്ത, മനസ്സിന് ഇഷ്ടപ്പെട്ട ആ, ഭക്ഷണം കിട്ടില്ല. നാശ്ത എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ അത് കിട്ടില്ല. ഉന്നെ ദോനോ ഹി ചീസ് ഖാനെ പടേഗി. ഇന്ന് അതേ ഉള്ളൂ, അത് കഴിക്കാൻ പറ്റുള്ളൂ. ആ, ഇന്ന് ആജ് കിച്ചടി ഹേ. കിച്ചടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫെസ്റ്റിവൽ എന്നുള്ള അർത്ഥത്തില കിച്ചടി ഹേ. ഇന്ന് ആജ് കിച്ചടി ജോ ഹേ. ഇന്ന് കിച്ചടി ഫെസ്റ്റിവലാ. കിച്ചടി ഖാനെ കെ ബാദ് സബീനെ കിച്ചടി കഴിച്ചിട്ട് സബീനെ ഗയ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബീഹാറിലെ ഒരു സ്ഥലം, പുണ്യസ്ഥലം. അവിടെ നിന്ന് കൊണ്ടുവന്ന പിന്നെ ആ, എന്താണ് ശർക്കര, പഞ്ചസാര എന്നും എല്ലാം കൂടെ ചേർത്ത് ഒരു തിൽക്കുട്ട്, എള്ളുണ്ട പോലത്തെ ഒരു സാധനം. എള്ളുണ്ട അവിടെയൊക്കെ ഉണ്ടായിട്ടല്ല, പരന്നിരിക്കുന്ന ഒരു ഇതാണ്. പരന്ന് വെള്ള കളർ ശർക്കരയിട്ട് കറുത്ത കളറിൽ അതങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം. അത് വളരെ കൊതിയോടെ വളരെ ഇഷ്ടത്തോടെ വളരെ താല്പര്യത്തോടെ കഴിച്ചു. खाते खाते मैं सोच रहा था कि कितनी अलग है न यह खिचड़ी जो अब हम मना रहे हैं। स्कूल में हम जो खिचड़ी मनाते थे उसमें अलग ही मस्ती हुआ करती थी। छुट्टी के दिन नाव में बैठकर गंगा नदी के सैर और फिर टापू पर बालू में दौड़ते हुए पतंग उड़ाना या उड़ाने की कोशिश करना कितना मजा आता था। इधर हम पतंग उड़ाते थे और वही थोड़ी दूर पर गुरुजी विमला दीदी, आनंद जी, झिलमिल भैया सभी मिलकर ईंट से बने चूल्हे पर बैठे बैठे कढ़ाओं में खिचड़ी बनाते थे। खाते खाते मैं सोच रही थी कि कितनी अलग है ना यह खिचड़ी जो अभी हम मना रहे हैं. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അവള്. സോച്ച് രഹി തീ, എവിടെയാണ് വരുന്നത്, പെൺകുട്ടിയാണെന്ന്. സോച്ച് രഹി തീ, വിചാരിക്കുകയാണ് കിച്ചടി ഇത് വളരെ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് ആഘോഷിക്കുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ വളരെ രസകരമായ രീതിയിലായിരുന്നു. അതിനൊരു രസം, ഇതിനൊരു രസം. അവധി ദിവസം नाव में बैठ, छुट्टी का दिन नाव में बैठकर गंगा नदी के सैर और फिर ടാപ്പു പേർ. അവധി ദിവസം ബോട്ടിൽ, നാവ് എന്ന് പറഞ്ഞാൽ വള്ളം, ബോട്ട്. ഗംഗാ നദിക്ക് സൈർ, ഗംഗാ നദിയുടെ കൂടെയുള്ള യാത്ര. ഗംഗാ നദി യാത്ര ചെയ്ത് അവിടെ ടാപ്പു എന്ന് പറഞ്ഞ ദ്വീപ്
ദ്വീപല്ല, മണൽത്തിട്ട. നദിയുടെ വെള്ളം കുറഞ്ഞ ഭാഗത്ത് മണൽത്തിട്ട പോലെ കിടക്കുമല്ലോ, ആ ഭാഗത്ത് ടാപ്പ് പർ ബാലുമേ മണലില് ദൗഡത്തെ हुए ഓടി അവിടെ പതങ്ക് പറത്തുകയും പിന്നെ പറത്താൻ ശ്രമിക്കുകയും, എല്ലാവരും പറക്കില്ലല്ലോ, അപ്പൊ അത് പറക്കാൻ ശ്രമിക്കുകയും, അങ്ങനെ വളരെ രസകരമായിരുന്നു. കിത്തന മജ ആത്താ താ. ഇധർ ഹം പതങ്ക് ഉഡാത്തെ थे और वहीं थोड़ी दूर पर ഒരു സൈഡിൽ ഞങ്ങൾ പട്ടം പറത്തുമായിരുന്നു, അപ്പോൾ മറ്റു സൈഡിൽ ഗുരുജിയും വിമല ദിദ്ദ, ആനന്ദ് ജി, ജിൽമിഡ് ഭയ്യ ഇവരെല്ലാവരും ചേർന്നിട്ട് ചുടുകട്ടയൊക്കെ വെച്ച് ചുടുകട്ടയൊക്കെ വെച്ചിട്ട് ഉള്ള ആ, അടുപ്പില് വലിയ കടായി, വലിയ ചട്ടിയിൽ, ചീനിച്ചട്ടിയിൽ കിച്ചടി ബനാത്തെ, ആ കഞ്ഞി വെക്കുമായിരുന്നു അവര്. हम भी बीच बीच में अपनी पतंगों को सुस्ताने का मौका मौका देते देते हुए हुए मटर और प्याज छीलने बैठ जाते। वह वैसे खिचड़ी फिर दोबारा खाने नहीं मिलेगी। वाकई ढंग के कैसे भी हो, पर है यह खुशियों का त्योहार। हाँ, हम भी बीच में अपनी पतंग को सुस्ताने का मौका देते हुए मटर और प्याज छीलने बैठ जाते. ഇടയ്ക്കിടയ്ക്ക് ഈ പട്ടം പറത്തി കളിച്ച് തളരുമ്പോൾ വിശ്രമിക്കാനുള്ള, പട്ടത്തിന് വിശ്രമിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട്, ഇവർക്ക് കുട്ടികൾക്ക് വിശ്രമമില്ലല്ലോ, അപ്പോൾ പട്ടത്തിന് വിശ്രമിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് മട്ടർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന, നമ്മളെ ഗ്രീൻ പീസിന്റെ അത് അത് കവറോടെ ഉള്ളത്, അതിന്റെ കവർ കളയാനും, പ്യാജ്, ഉള്ളി, സവാള തൊലി കളയുന്നതിന് ഇരിക്കുമായിരുന്നു. പിന്നെ കിച്ചടി ഫിർ അങ്ങനത്തെ ആ ആ ഉത്സവം പോലെയുള്ള ഉത്സവം അതുപോലെയുള്ള അവസരം ഇനി ഒരിക്കലും ഉണ്ടാകില്ല. വൈസെ കിച്ചടി ഫിർ ദുബാര ഖാനെ കോ നഹീ മിലി. വാക്കൈ ढंग कैसे भी हो पर ये खुशियों का त्योहार. ഏത് വിധത്തിൽ ആഘോഷിച്ചാലും ഇത് സന്തോഷത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ്. ഫസലോं के त्योहार സന്തോഷത്തിന്റെ ഉത്സവം തന്നെയാണ്. जनवरी में मध्य में भारत के लगभग सभी प्रांतों में फसलों से जुड़े कोई न कोई त्योहार मनाया जाता है. ജനുവരി മാസം മധ്യത്തോടെ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു ഉത്സവം ഉണ്ടാവും മകര സംക്രാന്തി സമയത്ത്. कोई फसलों के त्योहार हो जाने पर खुशी बांटते हैं, तो कुछ लोग इस उम्मीद में खुश होते हैं कि अब पाला कम होगा, सूरज की गर्मी बढ़ने से खेतों में खड़ी फसल तेजी से बढ़ेगी. ചിലർ എന്ത് ചെയ്യുന്ന कोई फसलों के तैयार हो जाने पर खुशी बांटता है. വിളവ് നല്ല വിളവ് കിട്ടുമ്പോൾ, കൃഷി ചെയ്ത് നല്ല വിളവ് തയ്യാറാവുമ്പോഴത്തേക്കും കൃഷിക്കാരും എല്ലാം സന്തോഷിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചു പേരെന്താ ചെയ്യുന്നത്, ഈ പാല എന്ന് പറഞ്ഞാൽ ഫ്രോസ്റ്റ്, മഞ്ഞ്, മൂടൽ മഞ്ഞ്, രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഇലകളിലിരിക്കുന്ന പോലത്തെ മഞ്ഞ്, അതുപോലത്തെ മഞ്ഞ് ഫ്രോസ്റ്റ് കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ സന്തോഷിക്കും. പിന്നെ സൂരജ് കി ഗർമി ബഡ്നെ സെ खेतों में खड़ी फसल തേജി സെ ബഡേഗി. സൂര്യപ്രകാശം കൂടുമ്പോഴത്തേക്കും ആ വടക്കേ ഇന്ത്യയിലേക്ക് സൂര്യപ്രകാശം, ഈ തണുപ്പത്ത് എന്ന് പറഞ്ഞാൽ സൂര്യൻ പുറത്ത് കാണില്ല, മൂടൽമഞ്ഞ് കാരണം. അപ്പോൾ സൂര്യപ്രകാശം വരുമ്പോഴത്തേക്കും കൃഷിയൊക്കെ നല്ല രീതിയിൽ, വിളവെല്ലാം നല്ല രീതിയിൽ തേജി സെ ബഡേഗ, വളരെ വേഗം വളരുമെന്ന് കരുതിയിട്ട് എല്ലാവരും സന്തോഷിക്കും. सभी प्रांतों और इलाकों का अपना रंग और अपना ढंग नजर आता है. इस दिन सब लोग
पैदावार की उम्मीद और फसलों के घर में आने की खुशी का इजहार करते हैं। हाँ, सभी प्रांतों और इलाकों का अपना रंग और अपना ढंग नजर आता है. മീൻസ് എല്ലാ പ്രാന്തവും എല്ലാ പ്രദേശത്തും പ്രദേശങ്ങൾ പ്രാന്തപ്രദേശങ്ങൾ പ്രദേശങ്ങളിലും അതിൻ്റെതായ നിറവും രീതികളുമുണ്ട്, അതിൻ്റെതായ ഉത്സവത്തിൻ്റെ രീതികളുമുണ്ട്. सभी प्रांतों और इलाकों का अपना रंग और अपना ടങ് നസർ आता है. അവിടെ നമുക്ക് കാണാൻ കഴിയും. നസറാന നസർ മീൻസ് കാണാൻ കഴിയുന്നത്, दृष्टि ढंग रीति. ओके. इस दिन सब लोग अच्छी पैदावार की उम्मीद और फसलों के घर में आने का खुशी का इजहार करते हैं. इस दिन सब लोग अच्छी पैदावार मीन्स अच्छी പ്രൊഡക്ഷൻ, अच्छी വിളവ്, നല്ല വിളവ് പ്രതീക്ഷ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന പ്രതീക്ഷയിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് മേ മകർ സംക്രാന്തി യാ തിൽ സംക്രാന്ത്, പല സ്ഥലങ്ങളിലും ഇതിനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശില്, ബീഹാറില്, മധ്യപ്രദേശിലൊക്കെ മകരസംക്രാന്തി എന്ന് അല്ലെങ്കിൽ തിൽ സംക്രാന്തി, തിൽ എള്ളാണ്, തിൽ സംക്രാന്ത് എന്ന് പറയും. അല്ലെങ്കിൽ അസമിൽ ബീഹു എന്ന് പറയും. കേരളത്തിൽ ഓണം എന്ന് ആ സമയത്തല്ല, ഒരു വിളവെടുപ്പുമായിട്ടുള്ള ഉത്സവം ആയതുകൊണ്ട് കേരളത്തിൽ ഓണം പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന് പറയും, പഞ്ചാബിൽ ലോഡി എന്ന് പറയും, ജാർഖണ്ഡിൽ സരഹുൾ എന്ന് പറയും, ഗുജറാത്തിൽ പട്ടം പതംഗ് ക പർവ് എന്ന് പറയും. ഗുജറാത്തിൽ പതംഗ് ക പർവ് വളരെ വളരെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതാണ്. പട്ടം പറത്തലാണ് അവരുടെ പ്രധാന പരിപാടി. അപ്പോൾ और फसलों से जुड़ा हुआ त्योहार है. इन्हें जनवरी से मध्य ഏപ്രിൽ तक अलग अलग समय मनाया जाता है. പല സ്ഥലത്തും ജനുവരി മുതൽ മധ്യ ഏപ്രിൽ തേക്ക്, അതായത് വിഷു സമയം വരെ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് വിളവെടുപ്പുമായിട്ടുള്ള ഉത്സവങ്ങൾ പല സ്ഥലത്തും. झारखंड में सरहुल बड़े जोशो जोशो खरोश के साथ बनाया जाता है. വളരെ ജോഷ് മീൻസ് വളരെ എനർജറ്റിക് ആയ സന്തോഷത്തോടെയും സരഹുൾ എന്ന് പറയുന്ന സരഹുൾ എന്നായിട്ടാണ് ആഘോഷിക്കുന്നത്. चार दिनों तक इसका जश्न चलता रहता है. ജാർഖണ്ഡിൽ 4 ദിവസം വരെ ജഷൻ ആഘോഷങ്ങൾ നടക്കും, 4 ദിവസം വരെ. अलग अलग जनजातियां इसे अलग अलग समय में मनाती है. പല ആൾക്കാരും പല സമുദായക്കാരും പല സമയത്താണ് ഇത് ആഘോഷിക്കുന്നത്. ഒറീസയിൽ ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട് ഒറീസയിൽ സന്താൾ ലോഗ് ഫർവരി മാർച്ച് മേ तो ओराव ഇതെല്ലാം ട്രൈബൽസ് ആണ്. അവിടെ സന്താൾ ओराव लोग इसे मार्च अप्रैल में मनाते हैं. आदिवासी आमतौर में ആദിവാസി ആംതോർ പർ പ്രകൃതി की पूजा करते हैं. ആദിവാസി ആൾക്കാർ സാധാരണയായിട്ട് ആംതോർ മീൻസ് സാധാരണയായിട്ട് പ്രകൃതിയുടെ പൂജ ചെയ്യുന്നവരാണ്. सरहुल के दिन विशेष रूप से साल के पेड़ की पूजा की जाती है. साल के पेड़ എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ, സാൽ വൃക്ഷത്തിന്റെ പൂജ അവർ ചെയ്യും. यही समय है जब साल के पेड़ों में फूल आने लगता है. ഈ സമയത്താണ് സാൽ വൃക്ഷത്തിൽ പൂക്കൾ വരുന്നത്. और मौसम बहुत ही खुशनुमा हो जाता है. खुशनुमा വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്, വളരെ സന്തോഷകരമായിട്ടുള്ള പ്ലസന്റ് खुशनुमा. स्त्री पुरुष दोनों ही ढोल मंचोर लेकर रात भर नाचते गाते हैं. സ്ത്രീകളാം പുരുഷന്മാരും എല്ലാവരും കൊട്ടും പാട്ടുമായിട്ട് രാത്രി മുഴുവനും പാട്ടും പാട്ടുമായിട്ടൊക്കെ നടക്കും. चारों ओर फैली हुई छोटी छोटी घाटियों, लंबे लंबे साल के वृक्ष में जंगल और वही आसपास बसे छोटे छोटे गांव. चारों ओर फैली हुई എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്ന, ചാരോ ഓർ നാല് പാടും വ്യാപിച്ചു കിടക്കുന്ന ചോട്ടി
ഘാട്ടിയാം ചെറിയ ചെറിയ ഘാട്ടി മീൻസ് വാലി താഴ്വാരം താഴ്വാരങ്ങൾ ലംബെ ലംബെ സാൽ കെ വൃക്ഷവും का जंगल വളരെ പൊക്കം കൂടിയ സാൽ വൃക്ഷങ്ങളുടെ കാട് ജംഗൽ और वही आसपास बसे छोटे छोटे गाँव അവിടെ ആസ്പാസ് മീൻസ് അതിന് ചുറ്റുപാടും ബസ് തങ്ങി വരുന്ന താമസിക്കുന്ന ചോട്ടെ ചോട്ടെ ഗാവ് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ लीपे लीपे पोते किरणों से ऐसे लिपे पुते करीने से बुहारे और सजाए गए अपने घरों के सामने लोग एक पंक्ति में कमर में बाग डालकर नृत्य करते हैं എന്ന് പറഞ്ഞാല് ലിപ്പേ പുത്തേ എന്ന് പറഞ്ഞാൽ മെഴുകിയ വീടുകളാണ് മെഴുകിയ പഴയ വീടുകൾ ആദിവാസി ആൾക്കാരുടെ വീടുകൾ ഈ ചുവരൊക്കെ മെഴുകിയ മണ്ണിൽ മെഴുകിയ മണ്ണ് കൊണ്ട് മണ്ണ് പൂശിയതായിരിക്കും അതുപോലെ തറയൊക്കെ ചാണകം പൂശിയതായിരിക്കും ചാണകം മെഴുകിയതായിരിക്കും അതുപോലെയുള്ള ലിപ്പേ പുത്തേ കരീനേസെ ബുഹാര അല്ല ചൂലുകൊണ്ട് അടിച്ചൊക്കെ വാരിയ ഓർ സജായ ഭംഗിയാക്കിയ വീടുകൾ വീടുകളുടെ മുന്നിൽ ഘരോങ്കെ സാമനെ ലോക് ആൾക്കാർ വരിയായി കമർ എന്ന് പറഞ്ഞാൽ അരയിൽ കൈ വച്ചിട്ട് നൃത്തം ചെയ്യും अगले दिन वह नृत्य करते हुए घर घर जाते हैं और फूलों के पौधे लगाते हैं അടുത്ത ദിവസം അവര് നൃത്തം ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ഓണപ്പാട്ടൊക്കെ പാടി ആൾക്കാർ വീടുകളിൽ വരില്ല അതുപോലെ അകലേദിൻ നൃത്യ കർത്തവ്യ അവർ ഓരോ വീടുകളിലും പോകും പിന്നെ പൂച്ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കും പൂലോങ്ക പൗത എന്ന് പറഞ്ഞാൽ ചെറിയ ചെടികൾ വച്ച് പിടിപ്പിക്കും ഘർ ഘർ സെ ചന്ദ മംഗനേക്ക് ഭി പ്രഥ ഹെ ഓരോ വീടുകളിലും പോയിട്ട് സംഭാവന ചന്ത എന്ന് പറഞ്ഞാൽ ഡൊണേഷൻ സംഭാവന വാങ്ങുന്നതിനുള്ള പ്രഥ എന്ന് പറഞ്ഞാൽ സമ്പ്രദായം ആചാരമൊക്കെ ഉണ്ട് पर चंदा से मालूम हो गया चंदा में मालूम है क्या मांगते हैं मुर्गा चावल और मिश्री ഡൊണേഷനായിട്ട് അവർ സാധാരണ വാങ്ങുന്നത് എന്താണെന്നറിയാമല്ലേ എന്താണ് മുർഗ കോഴി അരി മിശ്രി എന്ന് പറഞ്ഞാൽ കൽക്കണ്ട ഇവയൊക്കെയാണ് അവർ വാങ്ങുന്നത് फिर चलता है खाने पीने और खेलों का दौर ഇനി അടുത്ത് തിന്നലും കുടിക്കലിന്റെയും പിന്നെ കളിയുടെയും സമയമാണ് तीसरे दिन जाकर पूजा होती है जिसके बाद लोग अपने कानों में सरई का फूल पहनते हैं तीसरे दिन എന്ന് പറഞ്ഞാൽ മൂന്നാം ദിവസം जाकर पूजा ചെയ്യും ആ പൂജയുടെ ശേഷം जिसके बाद लोग अपने कानों में सरई का फूल सरई എന്ന് പറയുന്ന ചെടിയുടെ പൂവ് അവര് കാനോമേ ചെവിയിൽ വയ്ക്കും പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ആൾക്കാർ ചെവിയിൽ പൂക്കളൊക്കെ വെക്കാറുണ്ടല്ലോ ചെറിയ പൂക്ക് തുളസി ഇലയൊക്കെ വെക്കുന്ന പോലെ സരയിക്ക ഫൂൽ അവർ വെക്കും इसी दिन से वसंत ऋतु की शुरुआत मानी जाती है ഈ ദിവസം മുതലാണ് അവിടെ വസന്തകാലത്തിന്റെ തുടക്കം ആകുന്നത് തുടക്കമായിട്ട് അവർ കരുതുന്നത് മാനി ജാതി धान की भी पूजा होती है ധാൻ എന്ന് പറഞ്ഞാൽ വിത്തുകള് ഈ അരി വിത്തുകള് ധാന്യങ്ങള് पूजा किया हुआ आशीर्वाद धान अलग फसल में
बोया जाता है। പൂജ ചെയ്ത ഇങ്ങനത്തെയുള്ള ധാന്യങ്ങള് അടുത്ത അകലി ഫസലിന് അടുത്ത വിളവിന് വെച്ചിരിക്കും. അടുത്ത വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബോന എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. ബോന വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവര് വയ്ക്കും. പൂജ ചെയ്തിട്ട് വയ്ക്കും. അത് ഒരു സമ്പ്രദായം അവിടുത്തെ. तमिलनाडु में मकर संक्रांति या फसलों से तमिलनाडु में मकर संक्रांति या फसलों से जुड़े त्योहार पोंगल के रूप में मनाया जाता है। തമിഴ്നാട്ടിൽ അറിയാലോ മകരസംക്രാന്തി സമയത്താണ് പൊങ്കൽ നടക്കുന്നത്. പൊങ്കൽ के रूप में ആഘോഷിക്കുന്നു, मनाया जाता है. इस दिन खरीफ की फसलें चावल अरहर आदि काटकर घरों में पहुंचाती है। ഇത് എന്താ പറഞ്ഞ മകരസംക്രാന്തി ഈ ദിവസമാണ് പൊങ്കൽ ദിവസം അവര് ഖരീഫ് കി ഫസൽ, ഖരീഫ് എന്ന് പറഞ്ഞാൽ ഓരോ കൃഷി വിളവ് കാലത്തിന് ഓരോ പേരുണ്ടല്ലോ. അങ്ങനെ ഖരീഫ് സമയത്തുള്ള ചാവൽ, അരി, അർഹർ എന്ന് പറഞ്ഞാൽ പരിപ്പ്, സാമ്പാർ പരിപ്പ് എന്നിവ വീട്ടില് അവര് വിളവെടുത്ത് കൊണ്ടുവരും. लोग नए धान कूट कर चावल निकालते हैं। ആൾക്കാര് അതിന്റെ തൊലി ഇത് കളഞ്ഞ് മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ചാവല് കൂട്കർ എന്ന് പറഞ്ഞാൽ ഈ ഇടിച്ച് നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ഇടിച്ചത് കളയുന്നത്, തൊലി കളയുന്നത്. हर घर में मिट्टी का नया मटका लाया जाता है, जिससे नए चावल, दूध और गुड़ डालकर उसे पकाने के लिए धूप में रख देते हैं। लोग नए धान कूटकर चावल निकालते हैं. हर घर में मिट्टी का नया मटका लाया जाता है. മിട്ടി എന്ന് പറഞ്ഞാൽ മൺചട്ടി, മടക്ക ചെറിയ ചട്ടി, മൺകലം പോലെ കലം. हर घर में मिट्टी का नया मटका लाया जाता है, जिसमें नए चावल, നെല്ല് കുത്തിക്കൊണ്ടുവന്ന അത്, അരി, അത് പിന്നെ പാല്, പിന്നെ ശർക്കര എല്ലാം കൂടെ ഇട്ടിട്ട് പക്കാനൊക്കെ വേവിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിലത്ത് വെക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധൂപ് എന്ന് വെയിലത്ത് വെക്കുമെന്ന്. हल्दी शुभ मानी जाती है, इसीलिए साबुत हल्दी को मटके के मुंह में चारों ओर बांध देते हैं. ഹൽദി, മഞ്ഞൾ എല്ലായിടത്തും ശുഭകരമായിട്ട് വരുന്നത്. അവിടെയും മഞ്ഞൾ അവര് കുടത്തിന്റെ ഈ ചുറ്റും, കലത്തിന്റെ ചുറ്റും കെട്ടിവെക്കും, ബാന്ധേത്ത്. സാബൂത്ത് ഹൽദി എന്ന് പറഞ്ഞാൽ, സാബൂത്ത് എന്ന് പറഞ്ഞാൽ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഹൽദി മടുക്കയുടെ മൂന്റെ വക്കില് ആ കലത്തിന്റെ ചുറ്റും കെട്ടിവെക്കും. ബാന്ധന कटवा. यह मटका दिन में 10:30-12 बजे तक धूप में रखा जाता है. മടക്കെ 10:30 എന്ന് പറഞ്ഞാൽ 10:30-12 മണി വരെ ഉച്ചയ്ക്ക് വെയിലത്ത് വെച്ചിരിക്കും. जैसे ही दूध में उफान आता है और दूध चावल मटके से बाहर गिरने लगते हैं तो पोंगला पोंगल, खिचड़ी में उफान आ गया के स्वर सुनाई देते हैं. हाँ, जैसे ही दूध में रख देते हैं, जैसे में दूध में उफान आते हैं, वाല് തിളയ്ക്കുമ്പോൾ
पानी തിളച്ച് വെളിയിൽ കളയുമ്പോൾ ചാവൽ दूध चावल मटके से बाहर गिरने लगते അപ്പോൾ അവർ വിളിക്കും പൊങ്കാല പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ അത് വിളി കേൾക്കാം. दूस, दूसरे और गुजरात में पतंग पतंग के ब, पतंग के बिना तो मकर संक्रांति को का जश्न अधूरा ही माना जाएगा. ഗുജറാത്തിലാണെങ്കിൽ പട്ടം പറത്തലാണ് അവരുടെ പ്രധാന പരിപാടി മകരസംക്രാന്തി. അത് പട്ടം പറത്തിയില്ലെങ്കിൽ ആ ആഘോഷം അപൂർണമായിട്ട് കരുതും. इस दिन आसमान की ओर यदि नजर उठाए तो शायद हर आकार और रंग रूप की पतंगे आकाश में लहराती हुई मिलेंगे. ഈ ദിവസം ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഷായദ് ഹർ ആകാർ ഓരോ ആകൃതിയിലും പല ആകൃതിയിലുള്ള പല നിറത്തിലുള്ള പട്ടങ്ങൾ ആകാശമേ ലഹരാത്തെ हुई देखिए ആകാശത്തിൽ പറക്കുന്നത് കാണാൻ കഴിയും. ആകാശ ആസമാൻ. प्रत्येक गुजराती चाहे वह कैसे भी धर्म जाति या आयु का हो, पतंग उड़ाना है. ഓരോ ഗുജറാത്തിയും ഏത് തരത്തിൽ അത് അവര് ഏത് ജാതിയിലാണോ ഏത് മതത്തിലാണോ ഏത് പ്രായത്തിലാണോ ആയു പ്രായം ജാതി ധർമ്മ മതം ഇതിൽ ഏതൊക്കെ മതത്തിലായാലും അവര് എല്ലാവരും ആഘോഷിക്കും പതം കൂടാത്ത. हजारों लाखों पतंग से सूर्य भी ढक सा जाता है. പട്ടം പറത്തി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പട്ടം പറക്കുന്നത് കൊണ്ട് സൂര്യനെ തന്നെ മറഞ്ഞു പോകുന്നു. ടക്ജാന കവർ ചെയ്യപ്പെടുന്നു, മറഞ്ഞു പോകുന്നു. कुमाऊं में मकर संक्रांति को दुदुतिया भी कहते हैं. കുമാവു ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുമാവു में मकर संक्रांति को दुधिया भी दुधिया എന്നല്ല ഗുഖുത്തിയ എന്ന് പറയുന്നു. ഗുഖുത്തിയ. इस दिन आटे और गुड़ को गूंदकर पकवान बनाए जाते हैं. ഈ ദിവസം ആട്ട എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ്, ഗുഡ്, ശർക്കര രണ്ടും കൂടെ കുഴച്ച് മിക്സ് ചെയ്തിട്ട് പക്വാൻ ബനായ ജാത്ത. പക്വാൻ ഒരു ഫുഡാണ്. പക്വാൻ നമ്മുടെ വടയോ ബോണ്ടയോ പോലെയുള്ള ഒരു അത്. इन पकवानों को तरह तरह के आकार दिए जाते हैं, जैसे डमरू, तलवार, दाढ़ीम और फूल आदि. ഇനി ഇവയ്ക്കെല്ലാം इन पकवानों को तरह तरह के आकार दिए जाते हैं. ഓരോ ആകൃതിയിലും അവരുണ്ടാക്കും. ഡമരുവിന്റെ, തൽവാറിന്റെ, ദാഡിം എന്ന് പറയുന്ന എന്തിന്റെ ചെടിയുടെ പൂവിന്റെ ഇതിന്റെയൊക്കെ ഈ ആകൃതിയിൽ ഒരു പക്വാൻ ഉണ്ടാക്കും. पकवान को तलने के बाद एक माला में पिरोया जाता है. പക്വാൻ ഉണ്ടാക്കിയിട്ട് തലന എന്ന് പറഞ്ഞാൽ വറുത്തെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മാലയായിട്ട് അതിൽ കൊരുത്തെടുക്കും.
പിരോന എന്ന് പറഞ്ഞാൽ കൊരുത്തെടുക്കുക, അതിനെ മാല പോലെ കൊരുത്തെടുക്കും. माला माला के बीच बीच में संतरा और गन्ने गन्ने की गंडेरी पिरोया जाता है. അതിന്റെ ഇടയ്ക്ക് സന്തര, ഓറഞ്ച്, പിന്നെ കരിമ്പിൻ കഷ്ണം, കന്നേക്ക് കണ്ടരുന്ന ചെറിയ കരിമ്പിന്റെ പീസ്, പിരോയി ജാതി, അതും കൂടെ കൊരുത്തെടുക്കാറുണ്ട്. यह काम बच्चे बहुत रुचि और उत्साह से साथ करते हैं. കുട്ടികൾക്ക് ഇത് വളരെ രസകരമാണ് ഈ കൊരുത്തെടുക്കുന്നതൊക്കെ. കാം ബच्चे बहुत രുചി ഇഷ്ടത്തോടെയും ഉത്സാഹത്തോടെയും എൻതൂസിയാസത്തോടെയും അവർ ചെയ്യാറുണ്ട്. सुबह बच्चे को माला दी जाती है. ഈ രാവിലെ ആകുമ്പോൾ കുട്ടികൾ ബच्चों മാല दी जाती, ഈ ഇതുകൊണ്ടുണ്ടാക്കിയ മാല അവർക്ക് കൊടുക്കും. बहुत ठंड के कारण पक्षी पहाड़ों से चले जाते हैं. വളരെ കഠിനമായ തണുപ്പ് കാരണം ഈ പക്ഷികളെല്ലാം പാട് അവിടെ വിട്ടിട്ട്, ഉത്തരാഖണ്ഡ് പഹാഡ് ഇഷ്ടംപോലെ മലകളൊക്കെ ഉള്ള പർവ്വതനിരകളാണ്, അവിടെ ഒക്കെ വിട്ടിട്ട് പക്ഷികൾ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ മാല ഇട്ടിരിക്കുന്ന സന്തരയും, പിന്നെ സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ചും കരിമ്പും കഷ്ണവും, പിന്നെ ഈ പക്വാനും, ഈ വറുത്ത സാധനവും എല്ലാം കൂടെ കുട്ടികൾ എറിഞ്ഞു കൊടുക്കും. എറിഞ്ഞ് പക്ഷികളെ തിരിച്ചു വിളിക്കാനുള്ള ഒരു ശ്രമം, അതിനെ തോടുക്കർ पकवान. उन्हें बुलाने के लिए बच्चे इस माला से पकवान तोड़कर पक्षियों को खिलाते हैं और गाते हैं. പക്ഷികൾക്ക് അത് കൊടുക്കും. തോടുക ഓരോന്ന് കഷ്ണം മുറിച്ചിട്ട് പക്ഷികൾക്ക് ഇട്ട് കൊടുക്കും, പക്ഷികളെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട്, തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. कौवा आओ, गुगुद आओ, ले आओ, ले कौवा बड़ो, माँ के दे जा सोने की घड़ो, खा ले पूरी माँ देख दे दा सोने की चूरी. അവിടുത്തെ ആ ഉത്തരാഖണ്ഡിലെ ഭാഷയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കൗവാവോ ഗുഗൂത്താവോ പക്ഷികളെ തിരിച്ചു വിളിക്കുന്നത്. इसके साथ ही जिस चीज की कामना हो वह मांगते हैं. അങ്ങനെ പാടുന്നതിനൊപ്പം ഇതിൽ ജിസ് ചീസ്കോ, ഏത് സാധനമാണ് ഇഷ്ടമുള്ള കാമന ആഗ്രഹിക്കുന്നത്, ആ സാധനം അവര് ആവശ്യപ്പെടുന്നു. ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം അവര് ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് അത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവര് ആവശ്യപ്പെടാറുണ്ട്. है ना कितने अलग अलग अंदाज मकर संक्रांति को मनाने के. ഓരോരോ രീതികൾ, പല സ്ഥലത്തും മകരസംക്രാന്തി ആഘോഷിക്കുന്ന പല രീതികളാണല്ലോ. कहीं दूध चावल और गुड़ की खीर बनाते हैं, तो कोई 5 प्रकार के नए अनाज की खिचड़ी बनाते हैं. कहीं दूध चावल की, അതായത് പാല്, ഖീർ, പായസം, പാല്, അരി, പിന്നെ ശർക്കരയൊക്കെ ഇട്ട പായസം ചിലയിടത്ത് ഉണ്ടാക്കും.
ചിലയിടത്ത് 5 പ്രകാർ 5 വിധത്തിലുള്ള നയ അനാജ് ധാന്യങ്ങൾ. അനാജ് എന്ന് പറഞ്ഞാൽ പിന്നെ അരിയും പിന്നെ പരിപ്പും പിന്നെ അതുപോലെ തന്നെ വേറെ സാധനങ്ങൾ. അതിൽ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒരു കഞ്ഞിയാണ് കിച്ചടി ബനാത്ത है। कहीं 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 लोगों को से सैलाब नदी में स्नान के लिए उमड़ पड़ते हैं। ആ സൈലാബ് നദിയിൽ ആൾക്കാർ കുളിക്കുന്നതിന് വേണ്ടി കുളിക്കാൻ വേണ്ടിയിട്ട് പോകും। लोग ठंड में ठिठुरते रहेंगे पर बर्फीले लो, पानी में। लोग ठंड में ठिठुरते रहते पर बर्फीले पानी में कम से कम एक डुबकी तो जरूर लगाएंगे। അതായത് തണുപ്പാണെങ്കിലും ഇത്രയും തണുപ്പാണെങ്കിലും അതായത് ജനുവരി പകുതിയോടെ തണുപ്പ് വടക്കേ ഇന്ത്യയിൽ തണുപ്പ് മാറില്ല. അത് നല്ല തണുപ്പുള്ള സമയമാണ്. നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയത്ത് തണുപ്പായാൽ പോലും പുണ്യ നദികളിലൊക്കെ പോയിട്ട് ആൾക്കാർ ബർഫീലെ പാനീയം, ബർഫീല എന്ന് പറഞ്ഞാൽ തണുത്ത ഇറച്ചു കിടക്കുന്ന ചിലയിടത്തൊക്കെ വെള്ളത്തിന്റെ മുകളിലും ഐസ് പോലെ ആവും. ആ വെള്ളത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡുബ്കി തോ ജരൂർ ലഗാएंगे। ഡുബ്കി ഒരു പ്രാവശ്യമെങ്കിലും മുങ്ങി കുളിക്കാറുണ്ട് അവർ ഒരു പ്രാവശ്യമെങ്കിലും ജരൂർ തീർച്ചയായിട്ടും അവർ അത് ചെയ്യും। हाल यह हाल यह होता है कि इन इन जगह पर तिल रखने की भी जगह नहीं होती। ഈ ഹാൽ മീൻസ് അവസ്ഥ. ഈ അവസ്ഥ അങ്ങനെ ആയിപ്പോവും. ഈ സ്ഥലങ്ങളിൽ ഇത്രയും തിരക്ക് കാരണം, കുളിക്കാനുള്ള പുണ്യ നദികളിൽ കുളിക്കാനുള്ള തിരക്ക് കാരണം അവിടെ എള്ള്, അതായത് കടുക് മണി വീഴാനുള്ള സ്ഥലം പോലും ഇട പോലും കാണില്ല. അത്രയും തിരക്കായിരിക്കും. തില്ലെന്ന് പറഞ്ഞാൽ എള്ളാണ്. രക്കിനൊക്കെ ജഗവി അത് എള്ള് ഇടാനുള്ള ഒരു സ്ഥലം പോലും അതിനിടയിൽ കിട്ടില്ല. അത്രയും തിരക്കാണ്। तिल से याद आया, मकर संक्रांति के दिन पानी में तिल डालकर स्नान करना, तिल दान करना, आग में तिल डालना, तिल का पकवान बनाना विशेष महत्व रखते हैं। എള്ളിന്റെ ഇത് പറഞ്ഞ യാതാനാന്ന് പറഞ്ഞ ഓർമ്മ വരുന്നത്. തില്ലെന്ന് പറഞ്ഞപ്പോൾ എള്ളെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് മകരസംക്രാന്തി സമയത്ത് വെള്ളത്തില് എള്ളിട്ടിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക. പിന്നെ എള്ള് ദാനം ചെയ്യുക. ആ, തീയിൽ എള്ളിടുക. അതായത് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള രീതിയിലാണ്. തിൽക്ക് പക്വാൻ ബനാന, തില്ല് കൊണ്ടുള്ള വട പോലത്തെ സാധനം ഉണ്ടാക്കുക. പിന്നെ എന്നിവ വിശേഷ മഹത്വം, വളരെ പ്രാധാന്യമുള്ള ഇതാണ്। तुम्हारे घर या या इलाके में इस इस त्योहार को कैसे मनाया जाता है? ആ, ഈ നിങ്ങളുടെ ഇലാക്ക എന്ന പ്രദേശത്ത് ഈ ഉത്സവം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? തില്ലിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, മറുകെന്ന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അത് അനേകാർത്ഥത്തിൽ, നാനാർത്ഥത്തിൽ വരുന്നത്। इसे इसे खिचड़ी पोंगल, मकर संक्रांति या कुछ और कहा जाता है। ചിലയിടത്ത് കിച്ചടി എന്ന് പറയുന്നു, പൊങ്കൽ എന്ന് പറയുന്നു, മകരസംക്രാന്തി എന്ന് പറയുന്നു, വിളിക്കുന്നു, കഹാ ജാത്ത ഹൈ। या तुम फसलों से जुड़े कोई और त्योहार मनाते हो? വേറെ ഏതെങ്കിലും ഫസലോസ് ജൂഡന എന്ന് പറഞ്ഞാൽ ചേർന്ന് അതുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഉത്സവം നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ? यदि तुम आसपास में बात करो तो तुम्हें यह जानकर हैरानी होगी कि कई बार एक ही इलाके में रहने वाले लोग भी इस त्योहार को
अलग अलग ढंग से मनाते हैं। यदि तुम आपस में बात करे तो आपस में ना തമ്മിൽ യതി ഇഫ് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. വളരെ അടുത്ത് ഉള്ള രണ്ട് സ്ഥലങ്ങളിൽ തന്നെ പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചില ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. ഇത് ഹൈറാനിയോ എന്ന് പറയുന്നത്, ഹൈറാനിയോ അതിശയം, ആശ്ചര്യം, ആശ്ചര്യപ്പെട്ടു പോകും. കാരണം അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ആഘോഷിക്കുന്ന ഒരു 100 കിലോമീറ്റർ അപ്പുറത്തോ 50 കിലോമീറ്റർ അപ്പുറത്തോ വേറെ രീതിയിലായിട്ട് ആയിരിക്കും ആഘോഷിക്കുന്നത്. ഇനി ഇതിൻ്റെ വേർഡ് മീനിങ്സ് നോക്കാം. ബോരസി എന്ന് ആദ്യം പറയുന്നത്, ബോരസി ഒരു തരം അടുപ്പ്, ഒരു സ്റ്റൗ, ഒരു ഈട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു തീ, ചൂടുകൊള്ളാനല്ല ചായ ഇടാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു അടുപ്പാണ് അത് ബോരസി. താപ്തെ ഹുയെ, तापते हुए, താപ്തെ എന്ന് പറഞ്ഞാൽ താപ്പം ചൂടെന്നല്ലേ, താപ്തെ ഹുയെ ചൂടുള്ളോ. गुजर जाना, ഗുജർ ജാന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക, പാസ് ബൈ. शुरुआत, ശുരുവാത് ബിഗിനിങ്, തുടക്കം. आस, ആസ ആശ, ആസ് ഹോപ്പ്, ആസ് ലഗാ കെ ബൈഠെ ഹുए. लापता, ലാപത്ത മിസ്സിങ്, കാണുവാനില്ല. रजाई, രജായി ഒരു തരം പുതപ്പാണ്, കട്ടിയുള്ള, അകത്ത് കോട്ടൺ വെച്ചിട്ടുള്ള ഒരു രണ്ട് ബെഡ്ഷീറ്റുകളുടെ ഇടയിൽ കോട്ടൺ വെച്ച് തയ്ക്കുന്ന ഇതാണ് രജായി. रुई, ക്വിൽറ്റ് എന്നും പറയും, ക്വിൽറ്റ് എന്നും പറയും അതിന്. रुई, റൂയി പഞ്ഞി കോട്ടൺ. हिम्मत, ഹിമ്മത്ത് ധൈര്യം. चंपाकल, ചമ്പാക്കൽ ഹാൻഡ് പമ്പ്, ചമ്പാക്കൽ നിന്ന് വെള്ളം ഒഴിക്കുമ്പോഴുള്ള ശബ്ദമാണ് ആ കുട്ടി കേൾക്കുന്നത് രാവിലെ. इकट्ठा, ഇകട്ട ഗ്യാതറിങ്, ഒത്തുകൂടുക. भलाई, ലായി നന്മ. खिचड़ी, കിച്ചടി ഞാൻ പറഞ്ഞല്ലോ, പരിപ്പ് അരിയും കൊണ്ടുള്ള ഒരു തരം കഞ്ഞി. म- म- मचिया, മച്ചിയ ചെറിയ കട്ടിൽ അല്ലെങ്കിൽ സ്റ്റൂള് എന്നൊക്കെയാണ്. സ്മോൾ കോട്ട്. तिल, തില്ല് എള്ള്. അതിന് നാനാർത്ഥമുണ്ട്. തില്ലിന്റെ അനർത്ഥത്തിൽ വരും മറുക് എന്നുള്ള ഒരു അർത്ഥമുണ്ട് തില്ലിന്. पाला, പല ഫ്രോസ്റ്റ്, മഞ്ഞ്. कतार, കത്താർ എന്ന് പറഞ്ഞാൽ ഇന്ന ലൈൻ, വരിയായിട്ട്. गुड़, കൂട്ട് ശർക്കര അറിയാലോ. बारी बारी, വാരി വാരി, ഓരോരുത്തരുടെ ടേൺ വൈസ്, ഊഴം മാറി മാറി, ടേൺ വൈസ്. दान, ദാനം, ഡൊണേഷൻ. फसी, ഫസിയ കുടുങ്ങുക, കെണിയിൽപ്പെട്ടുക. फसना, ഫസിയ എന്ന് പറഞ്ഞാൽ കുടുങ്ങിപ്പോയി. അത് ഉണ്ടെങ്കിൽ. पसंद, പസന്ത് ഇഷ്ടം, ലൈക്ക്. चूड़ा दही, ചൂടാതെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ചൂടാ പോഹ എന്നും പറയാറുണ്ട്. ചൂടാ ദഹി. ബീഹാറിലൊക്കെയാണ് ചൂട എന്ന് പറയുന്നത്. ചൂട എന്ന് പറയും, ചൂടാ ദഹി. അത് കട്ടിയുള്ള ഒരു അവലാണ്, അവല്. നമ്മുടെ അവിടെ കിട്ടുന്ന തിന്നായിട്ടുള്ള അവലല്ല, കട്ടിയുള്ള മോട്ട അവൽ, കട്ടിയുള്ള. नाश्ता, നാസ്ത ബ്രേക്ക്ഫാസ്റ്റ്, ലഘുഭക്ഷണം. फरमाइशी, ഫർമാശി ആവശ്യപ്പെടുക, ഡിമാൻഡ്. चाव, ചാവ് വളരെ കൊതിയോടെ കഴിക്കുന്ന, ചാവസക്കായ വളരെ ഇഷ്ടത്തോടെ ആഗ്രഹിക്കുന്ന. നെഗറ്റീവ് മീനിങ് അല്ല, അതൊരു പോസിറ്റീവ് മീനിങ് ആണ്. अलग, അലകെന്ന് अलग പറഞ്ഞ टाप, अलग, അലകെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, ഡിഫറെന്റ്. ടാപ്പു ദ്വീപ്. चूल्हा, ചൂള അടുപ്പ്. ചൂള നമ്മുടെ മലയാളത്തിലും ചൂള ഉണ്ട്, അടുപ്പ്. सुस्ताना, സുസ്താന മീൻസ് ടു റെസ്റ്റ്, വിശ്രമിക്കുക. पतंग, പതങ്ക അറിയാലോ, പട്ടം. प्याज, പ്യാജ് സവാള. छीलना, ചീലിന തൊലി കളയുക, പ്യാജിന്റെ തൊലി കളയുക. മട്ടർ എന്ന് പറയുന്നുണ്ട്. മട്ടർ ഒരു ഇതാണ്, എന്താ പറയുന്നത്, മട്ടർ ഗ്രീൻ പീസ് അകത്തിരിക്കുന്നത് നമ്മുടെ, അതിന്റെ ഒരു പയർ പോലെയുള്ള, ബീൻസ് പോലെയുള്ള, അതിനകത്ത് നിന്ന് മട്ടർ ഇളക്കി, ആ ഗ്രീൻ പീസ് ഇളക്കിയെടുത്ത് കറി വയ്ക്കുക. അതാ മട്ടർ. അതിന്റെ ചീലിന തൊലി കളയുക. उम्मीद, പ്രതീക്ഷ. ഈ പ്രതീക്ഷ, ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഉമ്മീദ്. ഇത് ടങ്, വിധം, ടങ്.
പ്രാന്തോ പ്രാന്തവും പ്രവിശ്യ, സംസ്ഥാനം എന്നൊക്കെ പറയാം. ഇലാക്ക ഇലാക്കയും പ്രദേശമാണ്. पैदावार പൈതവാർ വിളവ്, പ്രോഡക്റ്റ്. जश्न ആഘോഷ ചടങ്ങ്. ആഘോഷ ചടങ്ങുകൾ, ആഘോഷം. जनजातीय ജനജാതി, കമ്മ്യൂണിറ്റി, സമുദായങ്ങൾ. आमतौर നോർമലി, സാധാരണയായിട്ട്. खुशनुमा ഖുശ്നുമ, ഉല്ലാസകരമായ, പ്ലസന്റ്. घाटिया ഘാട്ടിയ, വാലി, താഴ്വാരം. चंदा ചന്ത, ഡൊണേഷൻ, സംഭാവന. मिश्री ശ്രീ, കൽക്കണ്ടം, ഷുഗർ കാൻഡി. मटका മടുക്ക, മൺകലം. ചെറിയ മടുക്ക ചായ കൊടുക്കുന്നത് കൊണ്ട് ബീഹാറിലൊക്കെ ചെറിയ മൺകലം പോലത്തെ മടുക്ക. ഇത് വലിയ കലത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊങ്കൽ ഉണ്ടാക്കുന്നുണ്ട്. अधूरा അധൂര, അപൂർണ, ഇൻകംപ്ലീറ്റ്. तलना തൽന, വറക്കുക. പൂരി തൽന എന്ന് പറഞ്ഞാല് പിരോയ. पिरोया പുരത്തെടുക്കുക. സന്തര, ഓറഞ്ച്. ഗന്നേക്ക് കണ്ടോരെന്ന് കരിമ്പിൻ തണ്ടിൻ കഷ്ണം. ടുടുർന, തണുപ്പത്ത് വിറയ്ക്കുന്നത്, തണുത്ത് വിറയ്ക്കുന്നത്. अंदाजा അന്താസ, രീതി, വിധം. അന്താസ, हैरान രീതി. അന്താസ ഓരോരുത്തരുടെയും രീതി. ഹൈറാൻ, हैरान ആശ്ചര്യം. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. താങ്ക് യു ഫോർ Thank you വാച്ചിങ്. for watching the video. Subscribe and like it.